അപ്പോൾ സൂപ്പർമാൻ കണ്ടിട്ട് വരികയാണ്, കണ്ടില്ലേ ഊരിക്കൂടെ അത്. പ്രതിഷേധം. സൂപ്പർമാൻ പടം 3D ആണ്. അപ്പോൾ 3D കണ്ണട വേണമല്ലോ. 3D കണ്ണട എക്സ്പെക്ട് ചെയ്ത് പോയാൽ കിട്ടിയ സാധനം കണ്ടോ? ബാലരമയുടെ കൂടെയൊക്കെ ഫ്രീ കിട്ടുന്ന സാധനം. ഇത് വെച്ചിട്ട് കണ്ണട ഇളകിപ്പോയി. ഇങ്ങനെയാണ് പടം കണ്ടത്. അത്ര നല്ലൊരു പടം, അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മൊത്തം ഈ ഒരു ഊള കണ്ണട കൊണ്ട് കളഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഐമാക്സിൽ പോയി കാണണമെന്ന് പറഞ്ഞിരുന്ന പടമാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ബഡ്ജറ്റും അങ്ങോട്ട് പോകാനുള്ളൊരു ഇതും കൊണ്ട് പോയില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അതും ഒരു 2K പ്രൊജക്ഷനുള്ള ഒരു സ്ക്രീനിൽ നിന്നാണ് കണ്ടത്. സംഭവം പടം അടിപൊളി, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് ഇറങ്ങിയ സൂപ്പർമാൻ മൂവികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ ആക്ഷൻ സീനും വിഷ്വൽസ്, കുറേ സീനൊക്കെ, ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സൂപ്പർമാനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്, ഇത് ഓൾറെഡി കുറേ പറഞ്ഞിട്ടുള്ള കഥയാണ്, ഇതിന് മുമ്പുള്ള അതേപോലെ സംഭവങ്ങളാണ്. അതായത് റീക്രിയേഷൻ അങ്ങനെ പിന്നെ അവർ പറയാൻ നിന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ സൂപ്പർമാൻ എന്താണ്. ആ സംഭവം ഒരു പകുതിയിൽ നിന്ന് തുടങ്ങുന്ന പോലെ എന്നിട്ട് സൂപ്പർമാനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം സൂപ്പർമാൻ എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ളൊരു ആളല്ലേ. അപ്പോൾ അതിനകത്ത് ചെറിയ അണ്ണാങ്കുഞ്ഞിനെ വരെ രക്ഷിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിപ്റ്റോ, സൂപ്പർമാൻ്റെ ഡോഗ്, സൂപ്പർ ഡോഗ്. അത് വേറെ പടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സിനിമയിൽ ക്രിപ്റ്റോയ്ക്ക് നല്ല റോളുണ്ട്, അത്യാവശ്യം കുറേ സ്ക്രീൻ ടൈമും ഉണ്ട്. നല്ല ഡോഗ്. അപ്പോൾ ക്രിപ്റ്റോ വരുന്ന സീൻസൊക്കെ നല്ല കോമഡിയാണ്. പിന്നെ ഇതിന് വില്ലനും സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഈ വില്ലനെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇവരെയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. പിന്നെയാണ് കിട്ടിയത്. നമ്മൾ മാഡ് മാക്സിലൊക്കെ വണ്ടി ഓടിക്കുന്നില്ലേ, ആ പുള്ളിയാണ് ഇതിനകത്തെ വില്ലനായിട്ടുള്ളത്. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, പൈസ വർത്താണ്. പക്ഷേ ഇതുപോലെ ഊള കണ്ണട കിട്ടുന്ന തിയേറ്ററിലല്ലാതെ നല്ല കണ്ണട കിട്ടുന്ന തിയേറ്ററിൽ പോയി കാണണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ കണ്ട തിയേറ്റർ ശരിക്കും ഒരു 2K 3D ആയിട്ടാണ് കണ്ടത്. അതിനകത്ത് ക്രോപ്ഡ് ആയിരുന്നു, ഫ്ലാറ്റ് സ്ക്രീൻ ആയിരുന്നില്ല. അത് കാരണം സൈഡിലും ബാർസ് ഉണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും പടം വിഷ്വലിയും കഥ വൈസ് ആണെങ്കിലും ഇമോഷണൽ വൈസ് ആണെങ്കിലും സംഭവം സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്.